ഗുഡ് മോർണിംഗ് മക്കളെ. ദേ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ രണ്ടെണ്ണം കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതും കൂടെ പെട്ടെന്ന് ചെയ്യാം. ഇത് തന്നെ സെയിം ഫാക്ടറൈസ് ചെയ്ത് പ്രൈം നമ്പേഴ്സിന്റെ എക്സ്പോണൻഷ്യൽ ഫോം ആയിട്ട് എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതൊരു രണ്ടെണ്ണം വന്നിട്ടുണ്ട്. 729 ഇൻറ്റു 64. നമുക്ക് ആദ്യം 729ന്റെ കാണാം, പിന്നെ 64ന്റെ കാണാം. അതിനുശേഷം അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താം. 729 ഏത് കൊണ്ട് പറ്റും? 2 കൊണ്ട് പറ്റുമോ? ഇല്ല. 1ന്റെ പ്ലേസിൽ 9, അത് പറ്റില്ല. അപ്പൊ ഇനി 3 കൊണ്ട് പറ്റുമോ നോക്കിയേ. എന്ത് ചെയ്യും? നമ്മൾ 7 + 2 + 9 ആഡ് ചെയ്ത് നോക്കും. എത്രയാ? 18 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് പറ്റും. അപ്പൊ 3 കൊണ്ട് ചെയ്യാൻ പോവാണേ. 3 7ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2. 3 × 2 6 ആണ്. ബാലൻസ് 1 ഉണ്ട്. ആ 1 2ന്റെ അപ്പുറത്തോട്ട് എഴുതി. അപ്പൊ എത്ര വരും? 4 × 3 12. പിന്നെ അടുത്ത 9 3 × 3. ഇതിനെ ഇനി 3യുടെ മൾട്ടിപ്പിൾ ആണ്. എത്രയാണ്? 2 + 4 + 3 എത്രയാണ്? 9 ആണ്. അപ്പൊ അത് 3 കൊണ്ട് പറ്റും. ഓക്കെ, 3 എടുത്തു. ആദ്യത്തെ 2 എടുത്ത് പറ്റുമോ? ഇല്ല. 3യുടെ ടേബിളിൽ 2 ഇല്ല. അപ്പൊ 24 അല്ലേ? 24 3യുടെ 81. ഇതും 3 കൊണ്ട് പറ്റും. കാരണം 8 + 1 എന്ന് പറഞ്ഞാൽ 9 ആണ്. അത് 3യുടെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? അപ്പൊ 3 എടുത്തേ. 8ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 3 × 3 9 പറ്റില്ല. അപ്പൊ 3 × 2 6. ബാലൻസ് 2. ഈ 1 അപ്പുറത്തെഴുതി. 7 × 3 21. ഇതിന് നമുക്ക് 3 കൊണ്ട് പറ്റുന്നത് പെട്ടെന്ന് തന്നെ അറിയാം. കാരണം 3യുടെ ടേബിൾ 27 ഉണ്ട്. അല്ലെങ്കിൽ 2 + 7 എത്രയാണ്? 2 + 9. ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. 2 + 9 എത്രയാണ്? 9. അപ്പം 3യുടെ മൾട്ടിപ്പിൾ ആണല്ലോ 9. 9 അറിയാൻ നിങ്ങൾക്ക് 3യുടെ ടേബിൾ ഉണ്ട്. 3 3 1. അപ്പൊ എത്ര? ഇത് ഫുൾ 3 ആണല്ലോ അല്ലേ? 2 4 6. അപ്പോൾ 1 × 2 3 4 5 6. അപ്പൊ എന്നാ എഴുതും? 3⁻6 ആണ്. അതേപോലെ നമുക്ക് 64 ഒന്ന് കണ്ടുപിടിക്കാം. അടുത്തോ ഫാക്ടറൈസ് ചെയ്ത് മടുക്കല്ലേ കേട്ടോ. നല്ല രസമല്ലേ മാത്സ് ചെയ്യാൻ? ഫാക്ടറൈസ് ചെയ്ത് പോലെ 64നെ കൊണ്ട് പറ്റും മക്കളെ. 2 കൊണ്ട് പറ്റും. കാരണം 1ന്റെ പ്ലേസിൽ 4 അല്ലേ? 2. അപ്പൊ എത്ര? 6ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 3 × 2 6. 4ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2 × 2. ഇതും നമുക്ക് 2 കൊണ്ട് പറ്റും. 1ന്റെ പ്ലേസിൽ 2 വന്നുണ്ട്. 3 എത്ര പ്രാവശ്യം ഉണ്ട്? ഒരു പ്രാവശ്യമുള്ളൂ. 2 × 1 2. ബാലൻസ് വന്നിരിക്കുന്ന 1 ഇപ്പുറത്തോട്ട് ആഡ് ചെയ്ത് 12 6 അല്ലേ? ഇനി നമുക്ക് 2 കൊണ്ടാന്ന് പെട്ടെന്ന് തന്നെ അറിയാം. 8 × 2 ആണ്. ഇനി ഈ 8നെ 2 കൊണ്ടാന്ന് അറിയാം 4 ആണ്. 4നെ 2 കൊണ്ട് ചെയ്യാന്ന് അറിയാം 2 ആണ്. 2നെ 2 കൊണ്ട് ചെയ്യാൻ 1. ഇവിടെ എല്ലാം 2 വന്നല്ലേ? ഇവിടെ 2 4 6. ഇവിടെ 2 6 ടൈംസ് ഉണ്ട്. അപ്പൊ ഇതിന് തന്നെ ആയിരുന്നു 2⁻6 എന്ന് എഴുതും. അപ്പം 729 × 64 എന്നുള്ളത് നിങ്ങൾ എങ്ങനെ എഴുതും? 3⁻6 × 2⁻6. ഇവിടെ ഒന്നും നമുക്ക് ശരിയാണോ നോക്കിയതാ? ശരിയാ. ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ലോസ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം 3യും 2 അപ്ലൈ ചെയ്യാമല്ലോ. ഇത് നോക്കി, ഇത് രണ്ട് സെയിം അല്ലേ? എന്താണ്? എക്സ്പോണന്റ് രണ്ട് സെയിം അല്ലേ? എക്സ്പോണന്റ് രണ്ട് സെയിം ആണെങ്കിൽ നമുക്ക് ഏതാണ് ഫോർമുല? ഏതാണ് ലോ? A⁻m × B⁻m AB² എന്ന് എഴുതാം. വേണേ അപ്ലൈ ചെയ്യാം. വില അവിടെ തന്നെ അങ്ങനെ എഴുതാം. നമുക്ക് ചുമ്മാ എഴുതിയേക്കാം അല്ലേ? അപ്പൊ എന്നാ എഴുതും? എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് whole⁻6 എന്ന്. 3 × 2 എത്രയാണ്? 6⁻6 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇവിടെ കൊണ്ട് നിർത്തിയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾ ചെയ്തു. മനസ്സിലായല്ലോ അല്ലേ? എന്നോട് ആ ലോ കണ്ടപ്പോഴത്തേക്കും ഇടത്തൊരു ലോ അപ്ലൈ ചെയ്യാൻ കാണുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമല്ലേ? അവിടെ ഇപ്പൊ തന്നെ ലോ ചെയ്തേക്കാം. അത്രയും ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അത്ര ഫൈനലായിട്ട് കിട്ടിയില്ല. അത്രയും ചെയ്താലും മതി കേട്ടോ മക്കളെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. 768. ഇവിടെ ഒന്നും മാത്രമേ ഉള്ളൂ. വെറുതെ ഫാക്ടറൈസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ 768 പക്ഷെ നിങ്ങൾ തന്നെ ഫാക്ടറൈസ് ചെയ്യും. 1ന്റെ പ്ലേസിൽ 8. അപ്പൊ അതുകൊണ്ട് 2 കൊണ്ട് പറ്റും. 3 × 2 6. 7ന്റെ അടി 6 വരും. ബാലൻസ് 1 അതിങ്ങോട്ട് കൂട്ടി. 8 × 2 16. 4 × 2 8. അടുത്തത് 2 കൊണ്ടാണ്. കാരണം 1ന്റെ പ്ലേസിൽ 4 ആണ്. 3ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 1
അപ്പോൾ 2 ബാലൻസ് 1 അതിപ്പുറത്തോട്ട് 7 18 9 2 ഇൻറ്റു 2 4. ഇതിനെ ഇനി 2 കൊണ്ട് പറ്റും, കാരണം വൺസിൻ്റെ പ്ലേസിൽ 2. അപ്പോൾ ഇനി അടുത്തത് 1 എടുത്ത് പറ്റില്ല. അപ്പോൾ എത്ര വരും? 18 അല്ലേ? 19-നകത്ത് 18 മാത്രമേ വരത്തുള്ളൂ. ബാലൻസ് 1 അതിപ്പുറത്തോട്ട് കൂട്ടി 12 6. ഇതിനെ ഇനി 2 കൊണ്ട് പറ്റും. 9 എടുത്തു, 9-ൽ 4 ഇൻറ്റു 2 8 വരെ വരത്തുള്ളൂ. അത് അപ്പുറത്തോട്ട് കൂട്ടി 16 48 അല്ലേ? ഇനി ഇതിനെ 2 കൊണ്ട് പറ്റും. വൺസിൻ്റെ പ്ലേസിൽ 8 വന്നുകൊണ്ട് 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8. ഇനി ഇതിനെ 2 കൊണ്ട് വൺസിൻ്റെ പ്ലേസിൽ 4 വന്നുണ്ട് 1 12. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. 6 ഇത് കണ്ടപ്പോൾ 2 ആണെന്ന് മനസ്സിലായി. 3 മാത്രമേ ഉള്ളൂ. 1 8 2 ഉണ്ട്. ഒരു 3. അപ്പോൾ എന്നാ എഴുതും? 2 raised to 8 ഇൻറ്റു 3. 2 raised to 8 ഇൻറ്റു 3. ഇതായിരിക്കും ഇതിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോം. ഇവിടെ നമുക്ക് പറ്റില്ല, 2 വയസ്സ് വ്യത്യാസമാണ്, എക്സ്പൊണൻ്റ് വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതുന്ന ഈ ചാപ്റ്ററിൻ്റെ ആ ഭാഗം നമ്മൾ തീരുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും പ്രോബ്ലംസ് കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഭാഗങ്ങൾ തീർന്നു. ഇനി അടുത്ത വേറൊരു പോർഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് തന്നെ, ഈ ചാപ്റ്റർ തന്നെ, എന്നാലും വേറൊരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ല മക്കളെ? ഒന്നുമില്ല, എക്സ്പൊണൻഷ്യൽ ഫോമിലാക്കുന്നതാണ്. എക്സ്പൊണൻഷ്യൽ ഫോമിലാക്കണമെങ്കിൽ അവർ പ്രൈം നമ്പേഴ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ പ്രൈം നമ്പേഴ്സ് വെച്ച് ഫാക്ടറൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമേ നമുക്ക് ലോ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഒരുപോലെ ബേസ് ഒക്കെ ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ അതിൻ്റെ ആ സീക്രട്ട്? അതിനാണ് പറയുന്നത് പ്രൈം നമ്പേഴ്സ് വെച്ച് വേണം ഫാക്ടറൈസ് ചെയ്യാൻ എക്സ്പൊണൻഷ്യൽ ഫോമിൽ. ഓക്കെ മക്കളെ, ഇതെല്ലാം ചെയ്ത് നോക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത് കേട്ടോ. താങ്ക് യു.